ഇന്ന് നമ്മൾ ചട്ടിയിൽ കൃഷി ചെയ്തിട്ടുള്ള ഇഞ്ചിയുടെ വിളവെടുപ്പാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വയനാട് ഗ്രാമത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തവളയും തട്ടി എന്താ തവളെ അതിൽ വന്നാ ചട്ടിയിൽ തൊടണ്ട അല്പം ചൊറിയുന്ന തവള കഴിയും. നമ്മൾ ഇത്രയും ചെറിയ ചട്ടിയിൽ ഉണ്ടായ ഇഞ്ചിയാണിത്. നല്ല ഗ്രോത്താണിത്. നമുക്ക് ഒന്ന് പൊളിച്ച് നോക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ള ആണ്. എൻ്റെ നല്ല വിളവാണ് ഇത്. കഴിഞ്ഞ വർഷം നമ്മൾ തക്കാളിയുടെ വിളവെടുപ്പായിരുന്നു. അത് നമുക്ക് ഒരൊറ്റ മരത്തിൽ നിന്ന് 600 ഗ്രാം കിട്ടിയിട്ടുണ്ട്. അതിനേക്കാട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല വിളവാണ്. നമുക്ക് കായ്ച്ചൽ നല്ല വിളവായിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മൾ തക്കാളി നമ്മൾ കൃഷി ചെയ്ത സമയത്ത് കടയിൽ നിന്ന് വാങ്ങിയ തക്കാളി ചീഞ്ഞലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഇഞ്ചിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്തതാണ്. അപ്പോൾ നല്ല വിളവാണ് നമുക്ക് ഇതിൽ കിട്ടിയത്. എൻ്റെ അനുഭവത്തിൽ ചെറിയ ചെറിയ കൃഷിക്കാർക്ക്, അടുക്കളത്തോട്ടം പോലെയുള്ള കൃഷിക്കാരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് നിലത്ത് നടുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഈ ചെറിയ ചട്ടി നട്ട് കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ അനുഭവമാണ്. താങ്ക് യു. അടുത്ത ചട്ടിയിലും വിളവെടുക്കുകയാണ്. ചീര ഉണ്ടായിരുന്നല്ലേ. ഇത് അത്യാവശ്യം ഉണ്ടല്ലേ. ഇതും മോശമെല്ലാം തോന്നുന്നു കണ്ടിട്ട്. നോക്കാം, ഇത്ര ഉണ്ടാകാൻ സാധ്യമല്ല. ഇതില്ല, വലിയ മോശമൊന്നുമില്ല. പുറത്തോട്ടുള്ള കണ്ടാൽ തന്നെ അത്യാവശ്യം ഉണ്ട്. ഉള്ളിലോട്ടുള്ള ഇതിൽ മണ്ടന്നെ അല്ലേ. നിങ്ങൾ നടാൻ ഉപയോഗിച്ച കഷ്ണം ഒന്ന് കാണിച്ചടിക്കും. നമുക്ക് നടാൻ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇല്ല. നമ്മൾ ഇതുപോലെ ചെത്തി ഒഴിവാക്കുന്ന ചെറിയ ചെറിയ മുകളങ്ങൾ അത് മുളച്ചു ഒന്ന് പൊട്ടിച്ച് കാണിച്ചു പഠിക്കും നിങ്ങൾ കുഴിച്ചിട്ട് ആ രീതി. എത്ര ഉണ്ടായിരുന്നു ഇതുപോലത്തെ ചെറിയ കഷ്ണങ്ങൾ, ഇതുപോലത്തെ കഷ്ണങ്ങളാണ് നമ്മൾ കൃഷി ചെയ്തത്. ഇതുപോലെ ഒഴിവാക്കുന്ന കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടാണ് ഇത്രയും ഉണ്ടായത്. ഈ 2 ചട്ടി നമ്മൾ പിന്നീട് എടുക്കുള്ളൂ. നമുക്ക് വിൽക്കാനൊന്നുമല്ല, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കേടായി പോകും. അത് മാത്രമല്ല, ഇതിൽ നമുക്കൊരു ചെറുനാരകൻ്റെ തൈയും ഇതിൽ പിരിയൽ മുളക് എന്ന് പറയും. പിരിയമുളകിൻ്റെ തൈ ഉണ്ട്. അത് രണ്ടും മാറ്റി നടണം. അതിന് ശേഷം ആ സമയത്ത് നമുക്ക് വീഡിയോ വീണ്ടും ഇടാം. ഇതുപോലെ തന്നെ ഇതിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മുഖം തൂക്കി നോക്കല്ലേ എത്ര ഉണ്ടത്. തൂക്കണം. നമുക്ക് പോകാം. പിന്നെ 500 ഗ്രാമായി. 571 800 കിലോ ആയി. ഒരു കിലോ ആയില്ല, 2 കിലോ. 1 കിലോ കറക്റ്റ് 1 കിലോ ആയി. ഇത് അവളെ അതിൽ വെച്ച അല്ലേ കേട്ടോ. 170 1250 ലേലം വിളിക്കും പോലെ കഴിഞ്ഞോ. 1279 ഗ്രാം, അതായത് 1280 ഗ്രാം സാധനമുണ്ട്. വിത്തൗട്ട് പ്ലേറ്റ് ആട്ടോ. പ്ലേറ്റ് വെക്കുമ്പോൾ 0 ആണ്. 0 എന്ന് മേലോട്ടാണ് പറഞ്ഞത്. അപ്പൊ കറക്റ്റ് ഇഞ്ചിക്ക് മാത്രമുള്ള കിലോ ആണ് 1279 ഗ്രാം. അപ്പൊ മറ്റേതുള്ള ചട്ടിയും കൂടി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2.5 കിലോ ഒക്കെ ഉണ്ടാവും അല്ലേ. മറ്റേ കൂടി എടുത്ത് കഴിഞ്ഞാൽ ഏകദേശം അടിപൊളി വിളവെടുപ്പാണ്. മറ്റു കൃഷികളുടെ വിളവെടുപ്പുമായി വീണ്ടും കാണുന്നവരെ ബായ്.